പറഞ്ഞിട്ടും വലിയ കാര്യമില്ല. അതെ ഞാനിപ്പോ കേറ്റല്ലേ, തലേ കൂടി കേറ്റല്ലേ. എക്കോ അടിക്കുന്ന കേട്ടോ. നല്ലതാ നല്ലതാ നല്ലതാ. കുടുങ്ങിയോ? അപ്പം നീ ഏതൊക്കെ ഗ്യാങ്ങിൽ ഫാമിലിയിൽ ഉണ്ടായിരുന്നു? ഇല്ല ഇല്ല ഇല്ല, നമ്മളെപ്പോലെ കുറേ സമാധാനത്തിൻ്റെ ആൾക്കാരുണ്ടേ. നമ്മുടെ ഫാമിലിക്ക് എന്ന് പറഞ്ഞാൽ വള്ളി എന്ന് പറഞ്ഞാൽ ഇഷ്ടമില്ല. പേരെന്താ ബ്രോ? ആ വണ്ടി ഓട്ടിച്ചതിൻ്റെ പേരെന്താ ബ്രോ? വെള്ളം ഓടി പേരെന്താ? എടാ വേണോന്ന് പറഞ്ഞ ഒരുത്തൻ വണ്ടി കയറ്റി എന്നെ കൊന്നടാ. വേണോന്ന് പറഞ്ഞ് കയറ്റിയതാ. എവിടെയുണ്ട് ഗൈസ്? എവിടെ എവിടെ അവൻ എവിടെ അവൻ എവിടെ? എന്നെ ഒരുത്ത വേണോന്ന് പറഞ്ഞു ഇവിടെ മുതുകിൽ വണ്ടിയായിട്ട് കൊന്നു. ചേക്കേ വേണോന്ന് പറഞ്ഞു ഇവിടെ ഉണ്ട്. അറിയില്ല അറിയില്ല. ആ ഇവിടെ ഒരുത്തമുണ്ട്. ഇടിച്ചിട്ട് പോലെ ഒരുത്തനെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നീയാണോ ഓട്ടിച്ചേ? നീ എന്തിനാ ഇടിച്ചു വന്നത്? എന്തിനാ? നീയല്ല അത് വണ്ടിയിലുണ്ടായിരുന്നോ? നീ വണ്ടിയിലുണ്ടായിരുന്നോ? നീ വണ്ടിയിലുണ്ടായിരുന്നോ? നീ വണ്ടിയിലുണ്ടായിരുന്നോ? എനിക്കറിയാൻ കാര്യമില്ല. ഒന്ന് വന്നേ, മുതുക്ക് വന്നേ. എനിക്കറിയാൻ കാര്യമില്ല. നീ വണ്ടിയിലുണ്ടായിരുന്നല്ലോ. അടിക്കും. വണ്ടി ഇരുന്നവന്മാരടിക്കും. നീ എന്ത് ചെയ്യും? എടാ വാ, പെട്ടെന്ന് മുതുക്കുവാടാ, ബീച്ചിൽ വാ. എനിക്ക് നീ ആരടാ? എനിക്കറിയേണ്ട കാര്യമില്ല, മനസ്സിലായോ? നിന്നെ അടിച്ച് കൊല്ലുകയും ചെയ്യും. നീ എന്ത് ചെയ്യും? എനിക്കറിയണമല്ലോ. പോരെ, വള്ളി പോരെ. നീ കണ്ടല്ലോ, ചുമ്മാ ഇരുന്ന് നമ്മുടെ അടുത്ത് വന്ന് ഇങ്ങോട്ട് കയറിയല്ലേ? നീ ഉണ്ടായിരുന്നല്ലോ കൂടെ. ആ അവൻ്റെ നീ ആരടാ? നീ എന്ത് ചെയ്യും? നീ ഒലത്തും പോടാ. രണ്ടെണ്ണത്തിന് എടുത്തിട്ടുണ്ട് ഇവിടെ. പൊങ്ങട്ടെ എന്നിട്ട് നോക്കാം. ആ ഇവിടെ ഉണ്ട്. എടാ ഇവനെ നമ്മളവിടെ, ഞാനും ആ കുട്ടിയും കൂടെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുവാണേ. എമാര് പിറകിൽ വന്നിട്ട് ഇവിടെ കാറിൽ വന്ന് നിർത്തുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഒരുത്തനെ കൊന്നു ഇവിടെ. ഒരുത്തൻ അല്ലാതെ വെള്ളത്തിൽ മുങ്ങി ചത്ത്. പറയണേക്ക് വരട്ടെ. എല്ലാവരും വാ. സാറേ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്നിട്ട് പൊക്കിയാൽ മതി. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഇവനെ ഞാൻ പറയണേക്ക്. ഇവനുണ്ടല്ലോ, ഇവന്മാർ രണ്ടും കൂടെ ഞാനൊരു കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പിറകി വന്നിങ്ങനെ നിൽക്കണേ. ഞാൻ പറയണേ തലയിൽ കൂടെ കയറ്റല്ലേന്ന്. അത് കഴിഞ്ഞിട്ട് ഇവന്മാർ വണ്ടി എടുത്തിട്ട് മനഃപൂർവ്വം സ്പീഡിൽ വന്ന് എന്നെ ഇടിച്ച് ചേർപ്പിച്ച് ആ വെള്ളത്തിയിട്ട് ഇതുകൊന്നു. എന്തോ ഭാഗ്യത്തിൻ്റെ എനിക്ക് ചെറിയൊരു ജീവനുണ്ടോ ഞാൻ എണീറ്റ് വന്നു. അപ്പോഴേ ഇവൻ എനിക്ക് തോന്നുന്നു മുങ്ങി ചത്തെന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ ഇവനെ അവിടെ നീന്തി കിടക്കുന്നു. ഇവൻ നീന്തി ആ സൈഡ് വഴി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. ഞാൻ തോക്കെടുത്ത് ഫയർ ചെയ്തപ്പോൾ ഓടി വന്നിട്ട് പറയാ, നീ എന്തിനാ എന്നെ അടിച്ചേ? ഞാൻ ആ വണ്ടിയിലുണ്ടെന്ന് ഞാനല്ലോ ഓടിച്ചില്ലേ. ഇല്ല, ഈ വെള്ളനെ തൂക്ക്. അവൻ ഓടിച്ചില്ലെങ്കിൽ ഷെയ്ക്ക് വരട്ടെ എന്നിട്ട് വരാം. ഷെയ്ക്ക് വാ, പിങ്ങിട്ടിട്ടുണ്ട്. സാറേ ഒരു മിനിറ്റ്, ഇപ്പൊ പൊക്കല്ലേ വെയിറ്റ് ആക്കി. ഇമാര് ആരാ? നീ കൊണടിക്കാൻ? നീ ആരാ കൊണടിക്കാൻ? ആ കൊള്ളാലോ. നീ അവിടെ നില്ല്. അവിടെ നിൽക്കേ ഉള്ളൂ, മനസ്സിലായോ? സാറേ ഒന്ന് അവിടെ അപ്പുറത്തൊന്ന് നിന്നാ മതി സാറേ. സാറിന് ഒന്നും പറ്റത്തില്ല, ഒന്നും വയലൻസ് കാണത്തില്ല. ഓക്കെ.
എന്ത് കേക്കുന്നുണ്ട്? നീ പറ. നീ ഓടിച്ചോ ഇല്ല? നീ കൂടെ ഉണ്ടായിരുന്നല്ലോ, നിന്റെ കൂടെ ഉള്ള ഒരുത്തൻ തന്നെ അവൻ. അവനെ ഓട്ടിച്ചെന്ന് തോന്നുന്നു. എന്ത് മച്ചാനെ നീ എന്റെ അടുത്ത് ഇങ്ങനെയല്ലോ സംസാരിച്ചേ? നീ കുറച്ചു നേരം മുമ്പ് എങ്ങനെ ഇന്നലെ സംസാരിച്ചേ? നീ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നല്ലോ. നീ ആ വണ്ടിയിൽ ഉണ്ടായിരുന്നോ? അടിക്കും അടിക്കും. നീ എന്ത് ചെയ്യും? അടിക്കൂന്ന് പറഞ്ഞാൽ അടിക്കും, മനസ്സിലായോ? നീ ആരാ? എടാ എന്താടാ? നീ എവിടെ ഓടുന്ന? എവിടെ നീ? എവിടെ സേഫ് സോൺ? എവിടെ കയറി ഓടുന്ന? എവിടെ നീ എവിടെ ഓടുന്നത്? നീ എവിടെ ഓടുന്നേ? നീ അവിടെ നില്ല. നീ ആ ഡ്രസ്സൊക്കെ അങ്ങൂര് നോക്കട്ടെ. ആ ഡ്രസ്സൊക്കെ അങ്ങൂര്. നീ ഏത് ഗ്യാങ്? നീ ഏത് ഫാമിലി? ഏത് നീ ഏത് ഫാമിലി? നീ എന്റെ അടുത്ത് കൊണക്കാൻ നീ ആരാ? നീ ഞാൻ മര്യാദയ്ക്ക് അവിടെ നിൽക്കുന്ന എന്റെ അടുത്ത് വണ്ടി ഇടിച്ച് കൊന്നിട്ട് നീയും അവനും കൂടെയാണ്. നീ അവനും കൂടെ വണ്ടിയിൽ വന്ന് എന്നെ ഇടിച്ചിട്ട് കൊന്നേ എന്തിനാ? നീ അവനോട് നീ അവന്റെ കൂടെ ഉള്ളതുകൊണ്ട് അല്ല, നിനക്ക് അറിഞ്ഞൂടാത്തവരത്തല്ലോ. നിനക്ക് ഒരുത്തൻ അറിഞ്ഞൂടല്ലോ. എമ്മേരെ ഏത് തീട്ട ഗ്യാങ്ങാടാ? എമ്മേരൊക്കെ ഏത് തീട്ട ഗ്യാങ്ങാ? എത്തക്സൊക്കെ ഏത് ഗ്യാങ്ങാ? ആരിന്റെ? ഓടുന്നു സേഫ് സോൺ കയറുന്നു. ഇതെന്താണിത്? നീ എവിടെ ഓടിപ്പോന്നെ? എവിടാ നീ എവിടെ ഓടിപ്പോന്നെ? നീ എവിടെ ഓടിപ്പോന്നെ? എവിടെയാ നീ എവിടെ ഓടിപ്പോന്നെ? നീ കൈവക്ക് പറയണ കേട്ടാ. നീ മര്യാദക്ക് നിന്റെ കൂടെ ഉള്ളവൻ തന്നെ ഇടിച്ചിട്ടേ. നീ എന്റെ കൂടെ ഉള്ളവൻ തന്നെ ഇടിച്ചിട്ടത് മനഃപൂർവ്വം. മോനെ നീ മനഃപൂർവ്വം കൊണ്ടുവന്ന് ഇടിച്ചിട്ടാന്ന് എനിക്ക് മനസ്സിലായി. നീ മനഃപൂർവ്വം വന്ന് ഇടിച്ചാണെന്ന് മനസ്സിലായി. ഇല്ലില്ല, നീ ഇടിക്കണ്ട. നിന്റെ കൂടെ ഉള്ളവരുത്തം തന്നെ നിന്റെ കൂടെ ഉള്ളവർ അല്ലെ? നിനക്ക് അവനെ അറിഞ്ഞൂടെ? നീ ഞാൻ പറയണ കേട്ടാതെ. നീ സീറ്റിൽ നിന്ന് മാറിക്കൊടുത്ത എനിക്ക് അറിയണല്ലോ. നിന്റെ കൂടെ ഉള്ളവരുത്തം തന്നെ. അവ ഇടിച്ചാ നീ ഇങ്ങനെ നിൽക്കും, മനസ്സിലായോ? അവ ഇടിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇങ്ങനെ നിൽക്കും, മനസ്സിലായോ? നിങ്ങളെന്താ? നീ എന്താ വിചാരിച്ചേ? നീ ഇവനെ കയറി നീന്തി കയറി വന്നിട്ട് കൊണ വണ്ടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നീ അടിക്കുമെന്ന്. നീ ആരാടാ കൊണക്കാൻ? നീയും നിന്റെ കൂടെയുള്ളവനും കൂടെ ഇടിച്ചവിടെ കൊന്നിട്ട് നീ വന്നിരുന്ന് എന്റെ അടുത്ത് കൊണക്കുന്ന. നീ ആരാ? നീ എവനാ? ഇല്ല ആര് വന്നാലും പണ്ണു, അത്രേ ഉള്ളൂ. ഇവൻ ഏതാവേ? ഇടിച്ച് മനഃപൂർവ്വം മര്യാദയ്ക്ക് അവിടെ ഷെയ്ക്ക് ആ കുട്ടീനെ വിളിച്ച. കുട്ടി വന്നേ. ഇഷ ഒന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. എന്താ ചെയ്തെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. കണ്ടോ 2 പ്രാവശ്യം അവോയ്ഡ് ആക്കി വിട്ടതാണ്ട. മൂന്നാമത് ഇങ്ങോട്ട് വന്ന് വള്ളി എടുക്കാം, മനസ്സിലായോ? ഞാൻ അതിനു മുമ്പേ ഞാൻ പറയുന്നത് തലയിൽ കൂടെ കേറ്റില്ലെന്ന് പറയുന്നുണ്ട്. അപ്പൊ പറയും തലയിൽ കൂടെ ഒന്നും കേറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു പോയിട്ട് വീണ്ടും സ്പീഡിൽ വന്ന് ഷെയ്ക്ക്. ബ്രേക്ക് പോലും പിടിക്കുന്നില്ല, സ്പീഡിൽ വന്ന് ഒറ്റ അടിച്ചു. ഞാൻ പറഞ്ഞതാ. നീയോ അവനോ എനിക്കറിയേണ്ടായില്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ, മനസ്സിലായോ? തലയിൽ കൂടെ ഒന്നും കേറ്റില്ല. അപ്പൊ അയ്യോ ഇല്ല ബ്രോ ഇല്ല തോർന്ന് പറഞ്ഞിട്ടാണ് നീ പിറകി പോയിട്ട് എടുത്തോണ്ട് വന്നേ, മനസ്സിലായോ? നീ ഒന്നാമത്തെ കാര്യം ഒന്ന് മോനെ, നീയൊക്കെ കൂടെ പ്ലാൻ ചെയ്തിട്ട് നിനക്ക് പിന്നെ നീ അറിഞ്ഞു കൂടെ ഇരുന്നിട്ട് നിനക്കൊന്നും അറിഞ്ഞൂടാത്ത അമ്പി കളിക്കില്ല കേട്ടോ. നീ എന്താ അമ്പി കളിക്കുന്ന? എന്താ? ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ആ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ മാറ്റി കൊടുത്ത് അവിടെ താവണ്ട നിങ്ങളെ വെറുപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതൊന്നും. അപ്പൊ വെറുപ്പിക്കാനുള്ള പരിപാടി ഉണ്ടായിരുന്നല്ലേ? അല്ല നിനക്ക് പറഞ്ഞൂടെ? നിന്റെ ബ്രദർ തന്നെയല്ലേ അത്? നിന്റെ ഫാമിലിയിലല്ലേ? നിന്റെ ഫാമിലിയുള്ളതല്ലേ? നിനക്ക് എന്താ പറയാ? നീ എന്താ അമ്പി കളിച്ച് ഇടിക്കുന്നു വിചാരിച്ചില്ല. ഞാൻ അവിടെ ഇന്റെ ഭാഗത്ത് ഇരിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാറി കൊടുത്തു, മനസ്സിലായോ? ഇല്ല എന്നിട്ട് കേറി വന്ന് കൊണക്കുന്നു ചെയ്യേ. എനിക്ക് തോന്നുന്നു വേറെ ഏതോ മാരെന്ന് വിചാരിച്ചിട്ട് കൊണക്കുന്നത്. കൊണച്ചേന് നീ അവിടെ കിടന്നില്ലേ? അല്ല മറ്റോനടെ കത്തിച്ചാ
ഇല്ല അവനെ വിളിച്ച് കാര്യം പറയാം എന്തിനാ ഇടിച്ചെന്ന് ചോദിക്കാം. അതാ ഞാൻ ഈസ്മാനെ അവന് കാര്യം പറഞ്ഞു കൊടുക്കട്ടെ, അവന് കാര്യം പറഞ്ഞു കൊടുക്കട്ടെ. അവന് കാര്യം പറഞ്ഞു കൊടുക്കട്ടെ. അതാണ് ചോദിച്ചത്. ഞാൻ അല്ല ഇവനെ ഹോസ്റ്റേജ് എടുത്തിട്ട് മറ്റവനെ ട്രേഡ് ചെയ്യാൻ പറഞ്ഞാൽ മതി. ഇവനെടുത്തോ. അല്ല അവൻ ചെയ്തത് നിനക്ക് മോശമാണെന്ന് ഇല്ല ഇവന്മാർ രണ്ടും കൂടെ എന്നിട്ട് അമ്പി കളിക്കുന്ന ഇവന്മാർ രണ്ടും കൂടെ ചെയ്ത്. അതാ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോ ബ്രോ. ഇത്രയും നേരം ടോർച്ചർ ചെയ്യൊന്നും വേണ്ട, ഇവൻ ആരും ഒന്ന് ടോർച്ചർ ചെയ്യൊന്നും വേണ്ട, മനസ്സിലായോ? ഇവൻ അവിടെ ചെന്നിട്ട് ട്രേഡ് ചെയ്യും, മറ്റവൻ അങ്ങോട്ട് തരാൻ പറഞ്ഞാൽ മതി. അവനെ ഹോസ്റ്റേജ് കിട്ടണമെന്ന് പറഞ്ഞാൽ മതി. ഇതാരാ ഇത് അവന്റെ വണ്ടിയല്ലേ? വാടാ അമ്മാരെ വണ്ടി വന്നിട്ടുണ്ട്. എന്റെ കയ്യില് ഹലോ കേക്കാം. ഹലോ എടാ എടാ എന്താടാ സിറ്റുവേഷൻ? എന്താ റേഡിയോ ഇങ്ങനെ കോൾ കിട്ടി? എന്താ പ്രശ്നമുണ്ട്? അതെന്താ പ്രശ്നമുണ്ടോ? നിങ്ങളാ കൂടെ ഉള്ളടത്ത് നിങ്ങൾ മര്യാദക്കാൻ പറയാം. ഞാനും വേറൊരു കുട്ടിയും കൂടെ അവിടെ സംസാരിച്ചോണ്ടിരിക്കുക പാറയുടെ എൻഡിൽ. ഇതാരാ ഷേക്കാണോ? ആ ഇത് ഷെയ്ക്കാണ്. ആരെങ്കിലും ഒരാൾ രണ്ടുപേരും ഇങ്ങോട്ട് വരില്ല, ഞാൻ പലപ്പാവും. അതുകൊണ്ടാണ് രണ്ട് മെയിനായിട്ട് സിറ്റുവേഷൻ ഉള്ള ഒരാളൊന്ന് സംസാരിക്കും. ഹലോ ഇവന്റെ കൂടെ ഉണ്ടായിരുന്നവൻ ആരാ? എനിക്കറിയില്ലട്ടാ. ആരാ ഉണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്നവൻ ആരാ? റെഡി. ഇവനും റെഡിയും കൂടെ നമ്മളവിടെ മര്യാദയ്ക്ക് ഞാനും വേറൊരു കുട്ടിയുണ്ട് എൻ്റെ കൂടെ. അതോ ഇവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടിയും കൂടെ നമ്മളവിടെ ഒരു കാര്യം ചുമ്മാ ഫണ്ണി എലമെന്റ്സ് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴീ ഇവന്റെ കൂടെ ഉള്ള റെഡിയോ അവനും കൂടെ ഫസ്റ്റ് 2 പ്രാവശ്യം ഇങ്ങോട്ട് ചുമ്മാ വന്ന് ഇടിക്കണ പോലെ അടുത്ത് വന്ന് നിർത്തി. അപ്പോൾ 2ാമത്തെ പ്രാവശ്യം വന്നപ്പോഴത്തേക്കും പറഞ്ഞ് ബ്രോ തലയിൽ കൂടെ ഒന്നും കേട്ടില്ലേ, ഞാൻ ട്രിഗർ ചെയ്തിട്ടില്ല, ഫണ്ണി ആയിട്ട് പോലും ഞാൻ നോർമലായിട്ട് പറയുന്നില്ല ബ്രോ എന്ന് വിളിച്ചിട്ടാണേ. ബ്രോ തലയിലൊന്നും കേട്ടില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല ബ്രോ തലയിലൊന്നും കേറ്റൂല. എന്നിട്ട് പിറകെ പോയതിനു ശേഷം സ്പീഡിൽ വന്ന് എന്നെ ഇടിച്ചാൻ കൊന്നു. മനസ്സിലായോ? അതിനുശേഷം പറയും ഞാൻ പ്രാവശ്യം വന്നത് ഞാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എടാ വേണ്ട അവരവിടെ ഇരിക്കല്ലേ, പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അവിടെ ഇരിക്കല്ലേ വെറുപ്പിക്കണം പറഞ്ഞിട്ട് ഞാൻ വണ്ടിന്റെ സീറ്റിൽ നിന്ന് മാറി. ഞാൻ പറഞ്ഞു നീ ഒന്നും ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ആ സീറ്റിൽ നിന്ന് മാറിയിട്ട് ഞാൻ പറയണ്ട നീ എന്താ ചെയ്യും, ഞാൻ അവിടെ പോണേ, ഞാൻ പുറത്ത് വന്നിട്ട് ഞാൻ പോയി. പിന്നെ വന്നിട്ട് ഞാൻ വെള്ളത്തിലാ കാണുന്നത്. വണ്ടി ഇടിച്ചിട്ട് വെള്ളത്തിലാ കാണും. അപ്പൊ ഞാൻ വരുന്ന നോക്കുമ്പോ കാണുന്നത് എന്താ, ഇവൻ വണ്ടി എടുത്ത് വയർ ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇടിച്ചു കൊന്നാ പിന്നെ ഗണ്ണെടുത്ത് ഫയർ ചെയ്ത പിന്നെ നോക്കിയിരിക്കും. മാന്യമായിട്ടല്ല ചോദിച്ചത്. ഈ ബ്രോ ചോദിച്ചതെന്ന് വെച്ചാൽ നീ എന്തിനാ ഗണ്ണെടുത്ത് ഫയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞാനാണോ വണ്ടി ഓടിച്ചെന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. പിന്നെ ഞാൻ ചുമ്മാ വേറെ ആരും ഞാൻ ഫയർ ചെയ്തില്ല. ചോദിക്കണതിന് അടിക്കണതിന് എനിക്ക് റൈറ്റ്സ് ഉണ്ട്, മനസ്സിലായോ? കാരണം നീ അവന്റെ കൂടെ ഉണ്ടായിരുന്നവനാ. നീയാണോ ഓട്ടിച്ച് അവനാണോ ഓട്ടിച്ച് എനിക്ക് അവിടെ ഇൻക്വയറി ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എനിക്ക് അവിടെ ആവശ്യമില്ല. ഞാൻ നോക്കുമ്പോൾ നീ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നീന്തുന്നു, മനസ്സിലായോ? ഞാൻ മറ്റവനെ കാണുന്നില്ല. ഓക്കെ, എന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാൻ പറയുവാണ്. ഞാൻ അപ്പോഴത്തേക്ക് ഗണ്ണെടുത്ത് വെടി വെച്ചു. നീ അപ്പോഴത്തേക്ക് എന്റെ അടുത്ത് ഒന്ന് കുറച്ചാൽ ഞാൻ വീണ്ടും അടിച്ചിട്ടു. അതാണ് സംഭവം. പിന്നെ 2ാമത്തെ കാര്യം ബ്രോ, ഈ കോലീഡർ ബ്രോ എടുത്താണ് പറയുന്നത്. ആ റെഡീനെ ഒന്ന് വിളിക്കണം. റെഡി എന്തിനാണ് എന്നെ അടിച്ചു കൊല്ലുന്നതെന്ന് എനിക്ക് അറിയണം. ഇടിച്ചു കൊന്ന എന്തിനാണെന്ന് വണ്ടി ഇടിച്ചു കൊന്നത് എടാ എനിക്കിപ്പോ അറിയത്തില്ല കാര്യം. ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പൊ ഒരു കാര്യം പറയാം. ജസ്റ്റ് എന്റെ ഒരു ഇത് പറയാണ്. അവൻ ജസ്റ്റ് നീന്തി വന്നപ്പോ കാര്യം ചോദിക്കാൻ ബ്രോ 2 പ്രാവശ്യം അവോയ്ഡ് ആക്കി വിട്ടതാണ്. 3ാമത്തെ പ്രാവശ്യം മനഃപൂർവ്വം ഇടിച്ച് കയറ്റുന്നയാ. ഇടിച്ച് ഞാൻ അവിടെ ഡൗൺ ആയിട്ട് എണീറ്റ് വരുവാ, മനസ്സിലായോ? ഞാൻ 2 പ്രാവശ്യം അടുത്ത് വരുന്നുണ്ട് ഇടിക്കാൻ വേണ്ടിട്ട്, മനസ്സിലായോ? വേണ്ട എന്ന് പറയുന്നുണ്ട്, മനസ്സിലായോ? ഈ പുള്ളി തന്നെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ആ പുള്ളിയെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ആ പുള്ളിനെ വേണം നമുക്ക്. അത്രേ ഉള്ളൂ, നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് എനിക്ക് അറിയണം എന്തിനാ ഇടിച്ചു വന്നതെന്ന് അറിയണമല്ലോ. ആ പുള്ളിയുടെ അടുത്ത് ഞാൻ റോങ് ആയിട്ട് സംസാരിച്ചു. ആ പുള്ളിയുടെ പേര് പോലും എനിക്കറിയത്തില്ല. ഞാൻ സംസാരിക്കാം കാരണം എനിക്ക് 2 പേടുത്ത് സംസാരിച്ചാ ഞാൻ സംസാരിക്കണത്. ഞാൻ പറയാം അവനെ ഇങ്ങ് വന്നേ, ഷേക്കിങ് വന്നേ, ഒരു കാര്യം പറയട്ടെ. ഞാനേതോ ചെറിയ കേക്കെന്ന് പറഞ്ഞാൽ വന്ന് തേട്ടാ ചെക്കൻ ഞെട്ടി. കേറട്ടെ. എടാ എന്നെ ഒന്ന്, ഞാൻ എപ്പോ വരാവേ? ഞാനൊന്ന് ഡ്രസ് ഹെൽമെറ്റ് എടുത്തോട്ടെ. ചെക്കൻ
ഇഷ ഒരു മിനിറ്റ് ഞാൻ തന്നെ പറഞ്ഞോ വേണ്ട മനപ്പൂർവ്വം ഇടിച്ചാണ് ബ്രോ, മനപ്പൂർവ്വം ഇടിച്ചാണ് 2 പ്രാവശ്യം. ഞാൻ പറയുന്നില്ല ആ കുട്ടിയല്ല, ഞാനൊന്നും ആ കുട്ടിയെ സംസാരിക്കാം. ആ കുട്ടീനെ ഒന്ന് വിളിച്ച് സംസാരിച്ചു, ഞാനൊന്നും മിണ്ടുന്നില്ല. ആ കുട്ടിയെ ഒന്ന് വിളിച്ച് ഞാൻ വിളിച്ചിട്ട് ഇഷ വന്നങ്ങനെ ഇന്നൊന്ന് പറഞ്ഞു കൊടുത്തേ, ഈ സംഭവം ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഞാനൊന്നും മിണ്ടുന്നില്ല, ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഇപ്പൊ ഞാൻ കള്ളം പറയണെന്ന് നോക്കുന്നത്. ഞാനും അവനും കൂടി ഇരിക്കുമ്പം ഇവർ 2 പ്രാവശ്യം നമ്മളെ ലൈക് ക്ലോസ്ലി ഹിറ്റ് ചെയ്യാൻ വന്ന് നമ്മൾ അപ്പം പറഞ്ഞ് അപ്പൊ ഇടിക്കാൻ വരില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അവര് കുറെ ദൂരെ പോയി. അപ്പൊ നമ്മൾ വിളിച്ചു ജസ്റ്റ് കുറച്ച് കഴിയുമ്പോ ആ മൂലക്കുന്ന സ്പീഡിൽ വന്ന് നമ്മൾ ഇടിച്ച് അവര് സാധാരണ നമ്മളെന്ത് വിചാരിക്കുക, നമ്മൾ ടാർഗറ്റ് ചെയ്ത് വന്ന് ഇടിക്കുന്നല്ലേ വിചാരിക്കുക. അത് സംഭവം എന്താണെന്ന് വെച്ചാൽ മനപ്പൂർവ്വം ഇടിച്ചാണ്. അവന്റെ കൂടെ ഉള്ളതെന്ന് തന്നെ പറയുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ഉള്ള ആരായിരുന്നു? ആ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട് മനപ്പൂർവ്വം ഇടിച്ചാണ് പറഞ്ഞല്ലോ. ഞാൻ കാര്യം അവനോട് ചോദിച്ചപ്പോ അവൻ ഇങ്ങനെ എന്താണ് പറഞ്ഞത്, ഇങ്ങനെ എന്റെ അടുത്ത് ഇങ്ങനെ ഇടിച്ച് മറ്റവനെ കണ്ടില്ല എന്നാണ് പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്നവൻ പുറത്തു പോയി, അതായത് പുറത്തൊരാവശ്യത്തിന് പോയപ്പോ ആ ടൈമിലാണ് കൊണ്ട് കയറ്റിയെന്നാണ് പറഞ്ഞത്. അവൻ വന്നപ്പോ വെള്ളത്തിൽ കിടക്കുന്നു, അതാണ് കാര്യം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഫയർ ചെയ്തതിന്റെ റീസൺ ഞാൻ പറഞ്ഞുതരാം. എന്നെ വെള്ളത്തിൽ ഇടിച്ചിട്ടിട്ട് നോക്കിയപ്പോഴത്തേക്കും വെള്ളത്തിൽ പൊങ്ങി ഒരു തല മാത്രമേ കാണുന്നുള്ളൂ. ഓബിയസ്ലി ഞാൻ ട്രിഗേർഡ് ആണ്, കാരണം നമ്മളവിടെ സംഭവം സംസാരിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ 2 പ്രാവശ്യം ഇവർ വന്ന് ഇങ്ങോട്ട് വന്നിട്ട് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഞാൻ മോശമായിട്ടൊന്നും മിണ്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു ബ്രോ എന്ന് വിളിച്ച സ്നേഹത്തോടെ പറഞ്ഞേ, ബ്രോ തലയിലൊന്നും കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഫണ്ണി എലമെന്റ് പോലെ ഞാൻ സംസാരിക്കാം. അപ്പൊ പറയാം ഇല്ല കേട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പിറകെ പോയിട്ട് സ്പീഡിലൊന്നും ഇടിച്ചത്. മനസ്സിലായോ? സ്പീഡിലൊന്നും ഇടിച്ചത്. ഞാൻ ഓബിയസ്ലി ഞാൻ കണ്ടെടുത്ത് അവനെ കണ്ടപ്പോഴത്തേക്ക് അടിച്ചു, അത്രേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഈ ബ്രോ വന്നിട്ട് പറയുക, നീ കണ്ടോ ഞാൻ ഓട്ടിച്ചത്, ഞാൻ വണ്ടിയിൽ കൂടെ ഇരുന്നവനെ നീ അടിക്കുമെന്ന് പറഞ്ഞു. ബ്രോ മറ്റേ ഈ അടിച്ചിട്ടതാരാ? അവനെ വിളിച്ചാണ് ബ്ലേക്കിനെ ഇടിച്ചിട്ട് റെഡ്ഡി എന്ന് പറഞ്ഞവനോ, അവന്റെ കൂടെ ഉണ്ടായിരുന്ന ബ്രോ അവനോടൊന്നും റെഡ്ഡിനൊന്നും വരാൻ പറഞ്ഞു. അവൻ എവിടെ എന്തോ അവനെ കാണുന്നില്ല. വെയിറ്റ് ആക്കടാ. ഞാനേ അവന്റെ സോറി അവനോട് ചോദിക്കാം. മനപ്പൂർവ്വം ഒന്ന് ഇടിച്ച അമ്മയൊക്കെ മനപ്പൂർവ്വം സോറി പറയാൻ എനിക്ക് അവനെ നേരത്തെ അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, അവൻ അറിയാതെ ചെയ്തതാണെങ്കിൽ അറിയാതെ ചെയ്ത കേസിനാണെങ്കിൽ അവൻ സോറി പറഞ്ഞിട്ട് പോട്ടെ. പക്ഷെ അവൻ മനപ്പൂർവ്വം ചെയ്തതാണ്, മനസ്സിലായോ? മൂന്നാമത്തെ പ്രാവശ്യം 2 പ്രാവശ്യം അപ്പോഴാ ആ കൊച്ചിനോട് പറഞ്ഞുതരും. ആ കൊച്ചിനോട് ചോദിക്കും. ആ കൊച്ചുണ്ടായിരുന്നു എന്റെ കൂടെ അല്ല ബ്രോ, ഞാൻ ഒന്ന് ചോദിക്കട്ടെ ബ്രോ. ഞാൻ മറ്റേ അവന്റെ അടുത്ത് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. നിങ്ങളെ സൈഡ് കേട്ടില്ല, അവന്റെ സൈഡ് ഞാൻ കേട്ടില്ല. ഒരുത്തിന്റെ സൈഡ് കേട്ടോളൂ. ഞാൻ ചോദിച്ചിട്ട് സൈഡിന്റെ അടുത്ത് ഇപ്പൊ പറയാം. വെയിറ്റ്, ഞാൻ വെള്ളത്തിലൊന്നുമില്ല. അവൻ കരയ്ക്ക് വന്നാണല്ലോ. ഓർമ്മിപ്പിക്കട്ടെ, സിറ്റുവേഷൻ ഓർമ്മിപ്പിക്കട്ടെ. കൂടെ ഉണ്ടായിരുന്നല്ലോ. എന്തിനാ ഇടിച്ചെന്ന് അറിയണല്ലോ. അതെ, അതാ ഞാൻ പറയുന്നേ. അവന്മാരോട് വള്ളിയായില്ലേ ഇങ്ങോട്ട് വന്ന് ഞാൻ മര്യാദക്ക് അവിടെ ഒരു മൂലയിൽ, നിങ്ങൾ കണ്ടല്ലേ, ഞാൻ മര്യാദക്ക് അവിടെ ഒരു മൂലയിരുന്നയാ. മര്യാദയ്ക്ക് ഒരു മൂലയായിട്ടില്ല, മനസ്സിലായോ? അല്ല, അവനെ എവനെങ്കിലും ഒരുത്തന്നെ പിടിയിടാ. കൂടെ ഉണ്ടാകുന്നതിനെ പിടിക്കുക. എന്നിട്ട് അവനോട് മറ്റൊന്ന് തരാൻ പറയാം. ഗാരേജിനകത്ത് അടിക്കട്ടെ, നമ്മള് റെഡിയല്ലേ? എടാ, വണ്ടിയിൽ ഓരോരുത്തർ കയറിയിരുന്നോ? കാരണം പിറ്റ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ
M Scude knock window total 3 AEL in drone. ടോട്ടൽ 3 ആളുണ്ടായിരുന്നു. ബ്രോ ഉണ്ടായിരുന്നു, ആ വണ്ടിയിലുണ്ടായിരുന്നു, ഇടിച്ചിട്ട വണ്ടിയിലുണ്ടായിരുന്നു. ആ അവിടെ ഒരു പയ്യനെ ഇടിച്ച് തെറിപ്പിച്ചപ്പോൾ നിങ്ങൾ ഉണ്ടായിരുന്നു വണ്ടിയിൽ ഇല്ലോ? പിന്നെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. സാറേ ഇവിടുന്ന് പൊക്കിയ കേസിന്റെ പേരെന്തോ സാറേ? രാജറെഡ്ഡി. അവിടെ സാറേ പൊക്കിയോ? പൊക്കിയോ സാറ് പൊക്കിയോ? എവിടെ? എടാ EMS പൊക്കിയ അവനാ ആ രാജറെഡ്ഡിനെ EMS പൊക്കി അവൻ പോയി കേട്ടോ. ഇല്ല EMS ആ പറയും മാക്ക് ഷേക്ക് കൊന്നു കത്തിച്ചായിരുന്നോ? അവനാരോ കൊന്നു കത്തിച്ചെന്ന് തോന്നുന്നു. അപ്പൊ അത് ഇല്ല EMS ഇപ്പൊ പൊക്കിന്നാണല്ലോ പറയുന്നത് രാജറെഡ്ഡിനെ. അല്ലടാ പക്ഷെ എടുക്കാൻ പറ്റൂലല്ലോ, സിറ്റുവേഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. ഇല്ല അവൻ അറിയണമല്ലോ, അവൻ എന്തിനാ കൊന്നേന്ന് അറിയണമല്ലോ, അവന്റെ കൂടെ പറഞ്ഞേ. ഇല്ല ബ്രോ അവനെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ ഉള്ള പൊക്കും, അത് വേറെ കാര്യം മനസ്സിലായി. കാരണം അവിടെ ആവശ്യമില്ലാതെ ഇങ്ങോട്ട് വന്നെടുത്ത സിറ്റുവേഷനാ. നിങ്ങളടുത്ത് മാന്യമായിട്ട് സംസാരിക്കുന്ന വെച്ചാൽ ഞാൻ ഒന്ന് പറയാം, നല്ല ട്രിഗേർഡാണ് ബ്രോ. ഞാൻ നിങ്ങൾ മാന്യമായിട്ട് സംസാരിക്കുന്നത് മാത്രമാണ് ഞാൻ മാന്യമായിട്ട് സംസാരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഞാനിപ്പോ ഇല്ല, ഇപ്പൊ ഈ സിറ്റുവേഷനിലേ ഇല്ലായിരുന്നു. എടാ അമ്മാര് പറയുന്നത് അത് കൊന്നു കത്തിച്ചു കഴിഞ്ഞാൽ ഇനി ഇത് പറ്റൂലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് പിടിക്കുന്നില്ല. അവനെ EMS പൊക്കിയെന്നാ പറയുന്നത്. ഇത് എന്താണ് കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് പിന്നെ കണ്ടിന്യൂ EMS പൊക്കിയത് മറ്റവനെ EMS പൊക്കിയത് സോറി എനിക്ക് അടിക്കണം. വെള്ളയെ പൊക്കാൻ പറഞ്ഞു, വെള്ളയെ പൊക്കിയിട്ടാണ് മറ്റവനെ കത്തിച്ചത്. ഇല്ല രാജറെഡ്ഡി ഉണ്ടല്ലോ അവൻ EMS പൊക്കിയത്. EMS ഞാൻ ഇപ്പൊ പേര് ചോദിച്ചു ആരെ പൊക്കിയെന്ന്. EMS പൊക്കി അവൻ ഓടിപ്പോയെന്ന് പറഞ്ഞു. ഓക്കെ EMS പൊക്കിയവനാ വണ്ടി ഇടിച്ചത്. ആ പെന്റെ പേര് തന്നെ രാജറെഡ്ഡി. രാജറെഡ്ഡി മനസ്സിലായില്ലേ? അവനാണ് വണ്ടി ഇടിച്ച് കയറ്റിയത്. EMS പൊക്കിയെന്ന് പറഞ്ഞു മനസ്സിലായോ? EMS പൊക്കി കൺഫേം ചെയ്ത EMS പറഞ്ഞു രാജറെഡ്ഡിനെ പൊക്കി അവൻ ഓടിപ്പോയത്. രാജറെഡ്ഡിനെ നമുക്ക് കിട്ടണം, അത്രേ ഉള്ളൂ മനസ്സിലായോ? ഓ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് അറിയണോ കത്തണ എവിടെയെന്ന് അറിയണോ? കത്തിയത് എവിടെയെന്ന് അറിയണോ നിങ്ങൾക്ക്? എവിടെ ആ റെഡ്ഡി എവിടെ? റെഡ്ഡിനൊന്ന് കാണണമല്ലോ. കത്തിക്കല് പിടിക്കലൊക്കെ ഉണ്ടായത് കേട്ട് എടാ വണ്ടി എടുത്ത് ഇടിച്ച് വിള കളഞ്ഞ അമ്മര വണ്ടി മാറിയത്. അവൻ പറയും നമ്മളല്ലേ പറഞ്ഞ കത്തിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ഹിറ്റ് റേഡിയോ അല്ലല്ലോ അമ്മാര് എവിടെ അമ്മാര് ഇടിച്ച് മണ്ടക്കെട്ടാ ഇടിച്ച് മണ്ടക്കെട്ട്. നീ അടുത്തടുത്ത് ഞാൻ ചോദിക്കട്ടെ മറ്റേ റെഡ്ഡി എവിടെ? എന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ റെഡ്ഡി എവിടെ? എന്തേ ഹലോ റെഡ്ഡി എവിടെ? മോനെ നിങ്ങളടുത്താ ചോദിക്കുന്നത്, എനിക്ക് വായൊന്നും ഇല്ലേ സംസാരിക്കാം. റെഡ്ഡി എവിടെയെന്നാ ചോദിക്കുന്നത്? റെഡിയില്ല, നമ്മള് അറിയേണ്ട കാര്യമില്ല മനസ്സിലായി. റെഡിനെ കിട്ടണം ബ്രോ, ഇല്ലെങ്കിൽ പ്രശ്നമാവും, സത്യമായിട്ട് പ്രശ്നമാവും. മോനെ EMS പൊക്കിയിട്ടുണ്ടാവും, എങ്ങോട്ടോ പേടിച്ച് ഓടിയെന്നൊക്കെ കേൾക്കുന്നുണ്ട് മനസ്സിലായോ? നിങ്ങൾ കണ്ടുപിടിച്ച് കണ്ടുതരിക. റെഡിനെ കിട്ടണം, കാരണം മനസ്സിലായോ? ആ നിങ്ങളെ ഞങ്ങല്ലേ കുറച്ച് മാസടിക്കാൻ വിടറാ ഷെയ്ക്ക.
ഷീൽഡ് ഞാൻ പറഞ്ഞു എനിക്ക് നോമ്പ് തുറക്കാനാണ്. വണ്ടി ഇടിച്ച് വെള്ളത്തിൽ കളയാൻ മാക്ക് പറഞ്ഞിട്ടുണ്ട്. ഉറപ്പാ. അവൻ ഉണ്ട് സിറ്റിയിലുണ്ട്. അവ ഒരു റെഡ് കളർ ടീഷർട്ടാണ് ഇട്ടിരുന്നേ. എന്നിട്ട് നമ്മുടെ ചന്ദ്രന്റെ ഹെയർ സ്റ്റൈൽ എടാ കൊന്ന് കത്തിച്ച അവനെ റെഡ്ഡീനെ ഇപ്പൊ EMS പറഞ്ഞിട്ടാണ് അത് രാജ റെഡ്ഡി എന്ന് പറഞ്ഞ കേസ് അറ്റൻഡ് ചെയ്തത്. ഞാൻ ചോദിച്ചു പോയി. ബ്രോ ഞാൻ കാര്യം ചെയ്യട്ടെ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവന്റെ പേര്? നമുക്കറിയത്തില്ല. നോർമൽ ഇനിഷ്യൽ എങ്ങനെ റീസൺ അറിയണ്ടേ ബ്രോ? അവനെ അടിച്ചു കൊന്നല്ല ഈ റെഡ്ഡീനെ അടിച്ചു കൊന്നല്ല. അവൻ മുങ്ങിച്ചത്തയാണ്. ഒന്നാമത്തെ കാര്യം അവന് മുങ്ങിച്ചത്തയാ. മനസ്സിലായോ? അവൻ മുങ്ങിച്ചത്തതാ. മനസ്സിലായോ? അവനെ അടിച്ചതേ ഉള്ളൂ. അവനെ കൊന്നിട്ടില്ല. അവനെന്ത് ചെയ്ത് എനിക്കറിയണം. അവൻ എന്തിനാ അടിച്ചെന്ന് അറിയണ്ടേ? ഇനിഷ്യൽ എന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങളെന്താ പറയുന്നത്? എനിക്ക് ആ റെഡിനെ കിട്ടണം ബ്രോ. റെഡിന്റെ അടുത്ത് ചോദിക്കണം അവൻ എന്തിനാ കൊന്നേന്ന് അറിയട്ടെ ഫസ്റ്റ്. അല്ലാതെ പിന്നെ എങ്ങനെ ഇനിഷ്യൽ ആവുന്നത്? അവൻ എന്തിനാ കൊന്നേന്ന് അറിയാൻ. അതെ ഓരോ ചുമ്മാ അവർക്ക് പ്രീവാർ വാർ എടുക്കാൻ വേണ്ടി ചുമ്മാ വന്ന് ഇടിക്കും. എന്നിട്ട് അവർ തന്നെ മുങ്ങിച്ചാവും. എന്നിട്ട് പറയും പ്രീവാർ വാർ. ഇതെന്ത് പറച്ചിലാണ്? അവനെ കിട്ടണം ബ്രോ. നമുക്ക് പ്രീവാർ വാർ എടുക്കണം ബ്രോ. അവൻ മുങ്ങിച്ചത്തയാണ്. നിങ്ങൾ ഫസ്റ്റ് നിങ്ങളെ കൂടെ ഉള്ളു ചോദിച്ചു. അവൻ ഇന്നെ ഇടിച്ചിട്ട് അവൻ നമ്മള് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇപ്പൊ എന്ത് ചെയ്യും? അല്ല നമ്മൾ പറഞ്ഞു ഇപ്പൊ എന്ത് ചെയ്യും? നമ്മൾ തന്നെയാണ് പറ്റി പറയുന്നത് മുങ്ങിച്ചത്തെന്ന്. ഇപ്പൊ എന്താ എനക്കെന്താ പറയാനുള്ളത്? ഇപ്പൊ വേറെ എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? അല്ല എനക്ക് വേറെ എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? നീ മിണ്ടണ്ട കേട്ടാ. ഇവിടെ സംസാരിക്കണ്ടോ? നീ മിണ്ടല്ലേ. നിന്റെ വായ പൊത്തിയെ. ഇവിടെ വേറൊരാൾ സംസാരിച്ചോണ്ടിരിക്കില്ലേ? ഇവിടെ നിങ്ങളെ കൂടെ സംസാരിച്ചോണ്ടിരിക്കില്ലേ? നീ ആരാ ഇതിന്റെ ഇടയില്? നീ ലീഡറാണോ? നീ ആരാ? എന്ത് ചെയ്യും? ലീഡറാണെങ്കിൽ എനിക്കൊരു ഇതില്ല. അത്രേ ഉള്ളൂ. മനസ്സിലായോ? നീ ഏതാ? നിന്റെ കൂടെ ഉള്ളവരല്ലേ? ഗണ്ണെടുത്ത് ഡൗൺ. അടിക്കടാ. അടിച്ചു പൊട്ടി. രണ്ടെണ്ണത്തിനെ കൊന്നു. വിട്ടോ. ഉറക്കടാ. ഇല്ല പ്രശ്നമില്ല. ഇടിച്ചുറക്കടാ. ഇറങ്ങി. ഇവിടെ അടുത്ത വണ്ടി ഇവിടെ ഉണ്ട്. റിപ്പയർ അടുത്ത വണ്ടി നോക്കണം. അടുത്ത റിപ്പയർ അടുത്ത വണ്ടി. നമ്മളെ ഡ്രസ് ഇല്ലാത്ത ആരൊക്കെ ഉണ്ടോ? ചാർലി വണ്ടി കയറ. ചാർലി നീയാണോ ഡ്രസ്? ഹലോ
ഇറങ്ങല്ലേ പറഞ്ഞിട്ട്. നീ ഇവിടെ വണ്ടി കൊണ്ടുപോയോ? 2 വീടിയുമ്പോ ഞാൻ പറയുമ്പോ ഇറങ്ങണേ. ഞാൻ വല്ലതും വിളിച്ചു പറയാം കേട്ടോ. 2 വീടിയുമ്പോ ചുമ്മാ കിട്ടി. എന്തിരിയേ എനിക്കുണ്ട്. എനിക്കൊന്നുണ്ട്. എനിക്ക് പിന്നെന്തുകൊണ്ട് അടുത്ത വണ്ടി നോക്ക്. ഞാനേ എനിക്ക് നോമ്പുറക്കാണ്ടടാ. പോട്ടോ പോട്ടോ. വണ്ടി സെറ്റായിക്കോ. ഞാൻ ഇവിടെ ഇറങ്ങട്ടെ. പറഞ്ഞേക്ക്. ഷേക്ക് ഇറങ്ങിയ ആടിയും കൂടി പോ. എവിടെ എടാ റിപ്പയറോ ഓപ്ഷനായി. അതിന്റെ താഴെയാണോ നോട്ടല്ലേ? ഹെൽമെറ്റ് ഇല്ലാണ്ട് അവിടെ മാസം അടിക്കുന്നു. റിപ്പയറോ കോട്ടറ മുതുക്ക് എവിടെ ആരൊക്കെ ഒന്ന് അവൻ ഹെൽമെറ്റ് ഇല്ലാണ്ട് മാസം അടിക്കുന്നത് നടന്ന്. ഏകദേശം ഒരു 6-7 പേര് ഡൗൺ ആയിട്ടുണ്ട്. നീ ഇറങ്ങിയില്ലേ? കേട്ടില്ല. ഏത് ഈ വണ്ടിയാ? അടിക്കട്ടെ, ഞാൻ ശരിക്കും അടിക്കും കേട്ടാ. ഓ ശരി, ഈ ബാക്കി ഇരിക്കുന്നവനെ അടിച്ചു വന്നോ ബ്രോ? കൊണ്ടുപോക്കോ നമുക്ക്. ബാക്കിലുള്ളവനെ അടിച്ചോ? എന്താണ് എന്നാ ഇറക്ക് അമാരെ ഇറക്ക്. മുതുക്കുവേ ഞാൻ ഇറങ്ങട്ടെ. ഇവിടെ നിന്ന് ഇറങ്ങടേ. ആണ്ട് വീഡിയോ നോമ്പൂറിക്കുള്ളവരൊക്കെ മുറിച്ചിട്ട് വരേണ്ടതാകുന്നു. അടുത്തൊരു അടി കേൾക്കുന്നുണ്ട്. അതെവിടെ? 2 പ്രാവശ്യം കൊന്നോടൂ. 2 പ്രാവശ്യം കൊന്ന പിന്നെ ഇതെടുത്തൂടാ. പോസ്റ്റൊന്നുമല്ല ഞാൻ EMS ഉണ്ടോ? നമുക്ക് 2-3 പൊക്കണ്ടല്ലോ. എന്റെ അടുത്തല്ല, എനിക്കും കേട്ട്. ഞാനല്ല പോയിട്ട് എടാ ഇത് EMS കൊണ്ട് വിളിച്ചാ. EMS ഒരുത്തനെ പൊക്കിച്ചേ. എടാ നിക്കേ മറ്റേ ഓഷൻ എവിടെയുള്ളവന്മാരെ ബോഡി എടുത്തിട്ട് വന്നേ. പറ്റൂല ഇനിഷ്യൽ അടിച്ച് ഇങ്ങനെ ഇനിഷ്യൽ എടുത്ത ഓസ്റ്റേ പറ്റൂല. നമ്മളെ അവന്മാരെ അങ്ങോട്ട് പോടാ, ഓസിനോട്ട് പോടാ അവന്മാരെ. അവിടെ ഞാൻ ഒരുത്തനെ കൊന്നാണല്ലോ. അവനോടെ എനിക്ക് അവനെ ആരെയാ വേണ്ട? ഇങ്ങോട്ട് കൊറോണ പിടിച്ച ഡെഡ് ബോഡി
പകരും കൊറോണ മാറ്റി ഒരുത്തൻ